ജിലേബിക്ക് ആവശ്യമുള്ള പഞ്ചസാര പാനിയാണ് ആദ്യം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു കപ്പിൽ 4 കപ്പ് പഞ്ചസാര ഞാൻ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പഞ്ചസാര മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം കൂടിപ്പോകാൻ പാടില്ല, 1 കപ്പ് വെള്ളം മതി. നല്ല തിക്കായിട്ടുള്ള ഒരു പഞ്ചസാര പാനിയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഇത് അടുപ്പത്തേക്ക് മാറ്റാം. ഇത് നന്നായിട്ട് തിളച്ചിട്ട് പഞ്ചസാര മെൽറ്റായി വരണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, പഞ്ചസാര മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ റോസ് എസൻസും പിന്നെ ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പഞ്ചസാരപ്പാനി നമുക്ക് മാറ്റി വെക്കാം. പഞ്ചസാരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജിലേബിക്ക് ആവശ്യമുള്ള മാവ് റെഡിയാക്കി എടുക്കാം. മാവിന് വേണ്ടിയിട്ട് 2 കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഉഴുന്ന് 1.5 മണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ചതാണ്. ഇതിപ്പോൾ ഉഴുന്ന് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് ഉഴുന്നിൻ്റെ സ്മെല്ല് ഉണ്ടാവുമോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുതിർത്ത് വെക്കുന്നതിന് മുന്നായിട്ട് ഉഴുന്ന് നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ട് വേണം കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കൂടുതൽ സമയം അങ്ങ് കുതിർത്ത് വെക്കാൻ പാടില്ല. മാക്സിമം 2 മണിക്കൂർ മാത്രമേ കുതിർത്ത് വെക്കാൻ പാടുള്ളൂ. കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് തന്നെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇപ്പോൾ അതുപോലെ സ്ട്രെയിനറിലേക്ക് മാറ്റിയെടുത്തതാണ്. ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ 2 ബാച്ചാക്കിയിട്ട് അരച്ചെടുത്താൽ മതി. അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ അങ്ങ് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം പോലെ അരച്ചെടുക്കാൻ പാടില്ല. നല്ല കട്ടിയായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ആദ്യത്തെ ബാച്ച് നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും നല്ല കട്ടിയുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ രണ്ടാമത്തെ ബാച്ചും അരച്ചെടുക്കുക. ജിലേബിയുടെ മാവ് കംപ്ലീറ്റ് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല കട്ടിയുള്ള മാവാണ്. ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരുമ്പം പെട്ടെന്നൊന്നും താഴേക്ക് പോകരുത്. ഇനി ജിലേബിയുടെ കളറ് ഒന്ന് ഓറഞ്ച് കളർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കളർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓറഞ്ച് കളറാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ കളർ ഒഴിവാക്കാം. നല്ല വൈറ്റ് കളറുള്ള ജിലേബിയാണ് അപ്പം നിങ്ങൾക്ക് കിട്ടുക. ഇതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചിട്ട് ഈ കളറൊന്ന് മിക്സ് ചെയ്തിട്ട് മാവിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. കളർ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജിലേബി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ജിലേബി ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു സോസ് ബോട്ടിൽ വെച്ചിട്ടാണ് ജിലേബിക്ക് വേണ്ടിയിട്ട് ചുറ്റിച്ച് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗോ പിന്നെ സിപ്പ് ലോക്ക് ബാഗിന് ചെറിയൊരു ഹോൾസ് ആക്കിയിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് മാവ് നിറച്ച് കൊടുക്കണം. പകുതി മാവ് ഞാനിപ്പോൾ ഈ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ജിലേബി ചുട്ടെടുക്കാം. നമ്മളിപ്പം തന്നെയാണ് ജിലേബി ചുട്ടെടുക്കുന്നത്. മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജിലേബി ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പരന്ന പാനിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിൽ നല്ല ചൂടായിരിക്കണം. പിന്നെ ജിലേബിയുടെ മാവ് ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒരു വൃത്തിയിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇതുപോലെ ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ ജിലേബി ആയിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ഈ ഒരു പാത്രത്തിലാകുമ്പോൾ നമുക്കൊരു സമയം 10 ജിലേബിയൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ആയതിന് ശേഷം വേണം മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് കുക്ക് ചെയ്തെടുക്കാം.
പിന്നെ ഇതിലേക്ക് നമ്മളിപ്പം 2 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഇരട്ടി വേണം പഞ്ചസാര എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ജിലേബി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഡയറക്റ്റ് നമ്മൾ ഷുഗർ സിറപ്പിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ജിലേബി ഇടുന്ന സമയത്ത് ഷുഗർ സിറപ്പ് ചെറിയ ചൂടുണ്ടായിരിക്കണം. അപ്പോൾ നല്ലോണം തണുത്ത് പോയിനെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ചൂട് കയറ്റിയിട്ട് ഓഫ് ചെയ്തിടണം. അടുത്ത ബാച്ച് ജിലേബി റെഡിയാകുന്നത് വരെ ഇത് ഷുഗർ സിറപ്പ് കിടക്കട്ടെ. ഇനി അടുത്തത് നമുക്ക് ചുട്ടെടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ചുറ്റിച്ചെടുത്താൽ മതി. ഉഴുന്ന് കുറച്ച് കുക്കാവാനുണ്ടാവും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. നേരത്തെ റെഡിയാക്കി വെച്ച ജിലേബി ഷുഗർ സിറപ്പിൽ നിന്ന് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ജിലേബി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് ബേക്കറി കിട്ടുന്ന അതേ ടേസ്റ്റിൽ ജിലേബി നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. ഉഴുന്ന് വെച്ചിട്ടും ചെയ്യാറുണ്ട്, മൈദ വെച്ചിട്ടും ചെയ്യാറുണ്ട്. മൈദ വെച്ചിട്ടുള്ളത് ഞാൻ പിന്നെ കാണിക്കാം. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. ഉഴുന്നിൻ്റെ സ്മെല്ല് അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഉഴുന്ന് കഴുകിയിട്ട് മാത്രം കുതിർത്ത് വെക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്